ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് അമേരിക്കൻ സാഹിത്യകാരിയായ അമീലിയ പി എഡ്വേർഡ്സിൻ്റെ ഗോസ്റ്റ് ഗാരേജ് അഥവാ പ്രേതവാഹനം എന്ന കഥയാണ്. ഞാൻ വിവരിക്കാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങളോട് പറയുന്നത് പോലെ വാസ്തവമാണ്. അവ യഥാർത്ഥത്തിൽ സംഭവിച്ചതും അതിൻ്റെ ഓർമ്മകൾ ഇന്നലത്തേതുപോലെ എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുന്നതുമാണ്. ആ സംഭവം നടന്ന രാത്രി കഴിഞ്ഞിട്ട് 20 വർഷങ്ങളായി. ആ 20 വർഷത്തിനകം ഒരൊറ്റയാളിനോട് മാത്രമേ ഞാൻ ആ കഥ പറഞ്ഞിട്ടുള്ളൂ. അടക്കാനാവാത്ത അമ്പരപ്പോടു കൂടിയാണ് ഇപ്പോൾ അത് പറയുന്നത്. എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തൽക്കാലം മാറ്റിവെക്കണമെന്ന് മാത്രം ഇത്തരുണത്തിൽ എനിക്ക് അപേക്ഷയുണ്ട്. എല്ലാം വിശദീകരിക്കണമെന്ന് എനിക്കുണ്ട്. ഒരു വാദപ്രതിവാദത്തിന് ഞാൻ തയ്യാറുമല്ല. ഈ കാര്യത്തെക്കുറിച്ച് എൻ്റെ മനസ്സ് നിയന്ത്രിതവും എൻ്റെ ബോധമണ്ഡലം സാക്ഷിയുമാണെന്നത് സത്യമാണ്. ശരി, ഏകദേശം 20 വർഷം മുമ്പ് വേട്ടക്കാലം അവസാനിക്കുന്നതിൻ്റെ അവസാന ദിവസമോ തലേന്നോ ആയിരുന്നു അത്. പകൽ മുഴുവൻ പറയത്തക്ക യാതൊരു ഇരയും കിട്ടാതെ തോക്കുമായി ഞാൻ കറങ്ങുകയായിരുന്നു. കിഴക്കോട്ടടിക്കുന്ന ശക്തിയായ കാറ്റ്. ഡിസംബർ മാസം. വടക്കൻ ഇംഗ്ലണ്ടിലെ അരണ്ട തുറസായ ചതുപ്പ് പ്രദേശം. ഒരാൾക്ക് വഴി തെറ്റിപ്പോയാൽ സന്തോഷം തോന്നുന്ന സ്ഥലമേയല്ലായിരുന്നു അത്. കൂടാതെ മഞ്ഞുകാറ്റിൻ്റെ നനുത്ത കണികകൾ പാറി തുടങ്ങിയിരുന്നു. സായാഹ്നത്തിന് കടുപ്പമേറി വരുന്ന സമയവും കൈപ്പത്തി കണ്ണിന് മുകളിൽ വെച്ച് ഉരുണ്ടുകൂടുന്ന ഇരുട്ടിലേക്ക് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അകലെ 10-12 മൈൽ ദൂരെ ചുവന്ന ചതുപ്പ് പതിഞ്ഞ കുന്നുകളിൽ അലിഞ്ഞു ചേരുന്നതുപോലെ. നേരിയ പുകയുടെ നിഴലാട്ടം പോലുമില്ല. കൃഷിയിടത്തിൻ്റെ ലക്ഷണമില്ല. വേലികളോ ആടുമേഞ്ഞ ലക്ഷണമോ കണ്ണെത്തുന്ന ദൂരത്തെവിടെയും കാണാനില്ല. വെറുതെ അലക്ഷ്യമായി ഞാൻ നടന്നു. ഏതെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തോക്ക് തോളിലിട്ട് ഞാൻ വേഗം വേഗം നടന്നു. നേരം വെളുത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ നടപ്പാണ്. രാവിലത്തെ ഭക്ഷണമല്ലാതെ പിന്നീട് യാതൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പോഴേക്കും മഞ്ഞ് വീഴാൻ തുടങ്ങി. ഒപ്പം കാറ്റും. തണുപ്പിന് ശക്തി കൂടി. വളരെ വേഗം രാത്രിക്ക് കനം കൂടിക്കൊണ്ടിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശത്തിൻ്റെ കറുപ്പിനോടൊപ്പം എൻ്റെ പ്രതീക്ഷകളും ഇരുളടഞ്ഞു തുടങ്ങിയിരുന്നു. എന്നെ കാത്ത് വീട്ടിലിരിക്കുന്ന ഭാര്യയെക്കുറിച്ച് ഓർത്തപ്പോൾ, ആ രാത്രിയിൽ അവൾക്കുണ്ടാകാവുന്ന വേദനയെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ ഹൃദയഭാരം ഏറി വന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. ആ ഹേമന്തകാലത്ത് ഇംഗ്ലണ്ടിലെ വൻ ചതുപ്പുകൾക്ക് അടുത്തുള്ള ചെറിയൊരു ഗ്രാമത്തിൽ ഞങ്ങൾ താമസിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതം സ്നേഹപൂർണവും തീർച്ചയായും സന്തോഷഭരിതവുമായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ വേർപിരിഞ്ഞപ്പോൾ ഇരുട്ടിന് മുമ്പ് തന്നെ മടങ്ങുമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്. പക്ഷേ എൻ്റെ വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. ക്ഷീണിതനായിരുന്നുവെങ്കിലും അത്താഴവും 1 മണിക്കൂർ വിശ്രമവും ഒരു വഴികാട്ടിയുമുണ്ടെങ്കിൽ അവളുടെ അടുത്ത് അർദ്ധരാത്രിക്ക് മുമ്പ് എത്താമെന്ന് എനിക്ക് തോന്നി. ഒരു വഴികാട്ടിയെയും വിശ്രമ കേന്ദ്രവും ഒന്ന് കണ്ടുകിട്ടിയാൽ. അപ്പോഴേക്കും മഞ്ഞ് വീണു തുടങ്ങിയിരുന്നു. രാത്രി കനത്തുകൊണ്ടിരുന്നു. ഞാൻ ഇടയ്ക്കിടെ വളരെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ നിലവിളികൾ നിശബ്ദതയ്ക്ക് കനം കൂട്ടിയതേയുള്ളൂ. എന്തോ അകാരണമായ അവ്യക്തമായ ഭയം അപ്പോഴേക്കും എന്നിൽ പടർന്നു തുടങ്ങിയിരുന്നു. മഞ്ഞ് വീഴ്ചയിൽപ്പെട്ട് എവിടെയെങ്കിലും മടിഞ്ഞുകൂടി നിത്യനിദ്രയിലാണ്ട പല യാത്രികരെക്കുറിച്ചുമുള്ള കഥകൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. എൻ്റെ കൈകാലുകൾ പരാജയപ്പെട്ട് എൻ്റെ ഗതിയും അതാകുമോ? അപ്പോൾ ഞാനും മരണത്തിൻ്റെ നിദ്രയിലേക്ക് താഴുമോ? മരണം! ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ മരിക്കുക എത്ര കഷ്ടമാണ്! ജീവിതം സുന്ദരമായി നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് എത്ര വേദനയായിരിക്കും അത് സമ്മാനിക്കുക. അവളുടെ സ്നേഹനിർഭരമായ ഹൃദയം. ഹോ,
അത്തരം ഓർമ്മകൾ മനസ്സിൽ ഉണ്ടാകാതിരുന്നെങ്കിൽ അത് മറക്കാനായി ഞാൻ വീണ്ടും വിളിച്ചു, ഉച്ചത്തിൽ, കൂടുതൽ ഉച്ചത്തിൽ. എന്നിട്ട് ചെവി വട്ടം പിടിച്ചു. എൻ്റെ തോന്നലാണോ? ഞാൻ വീണ്ടും വീണ്ടും അലറി. മാറ്റൊലി മാത്രം. പെട്ടെന്ന് ഒരു പ്രകാശം ഇരുളിൽ നിന്നും ഉയർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുകയും തെളിയുകയും ചെയ്തുകൊണ്ട് അടുത്തേക്ക് വരുന്ന വെളിച്ചം. ഞാൻ മുഴുവൻ ശക്തിയുമെടുത്ത് അതിനടുത്തേക്ക് ഓടിച്ചെന്നു. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഒരു വിളക്ക് തൂക്കിപ്പിടിച്ച കിഴവൻ്റെ മുന്നിലാണ് ഞാൻ ചെന്നുപെട്ടത്. ദൈവമേ, നന്ദി! അറിയാതെ എൻ്റെ ചുണ്ടുകളിൽ നിന്നും ഉതിർന്നു വീണു. അയാൾ വിളക്കുയർത്തി കണ്ണ് തിരുമ്മിക്കൊണ്ട് എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്തു വേണം? അയാൾ വെറുപ്പോടെ മുരണ്ടു. ഞാൻ ഈ മഞ്ഞിൽ അകപ്പെട്ടു പോയേക്കുമോ എന്ന ഭയത്തിലായിരുന്നു. ഹേ, ഇവിടെ ഇടയ്ക്കിടെ പലരും അകപ്പെട്ടു പോകാറുണ്ട്. നിങ്ങളും അതുപോലെയാകട്ടെ എന്ന് ദൈവം നിശ്ചയിച്ചാലോ? അങ്ങനെ ദൈവം തീരുമാനിച്ചാൽ നമുക്ക് 2 പേർക്കും ഒരുമിച്ച് അകപ്പെടാം, അല്ലേ സ്നേഹിത? ഏതായാലും നിങ്ങളില്ലാതെ ഞാൻ പോകില്ല. സോൾസിങ്ങിൽ നിന്നും എത്ര ദൂരെയാണ് ഞാനിപ്പോൾ? ഏകദേശം 20 മൈൽ. അടുത്ത ഗ്രാമത്തിലേക്കോ? ഏറ്റവും അടുത്ത ഗ്രാമം വൈക്ക്. ആ ഭാഗത്തേക്ക് 12 മൈൽ കാണും. അപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസം? ദാ അവിടെ. ആ വിളക്ക് അങ്ങോട്ട് തിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. നിങ്ങൾ വീട്ടിലേക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ. എങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വരട്ടെ? ആ കിഴവൻ വിസമ്മതഭാവത്തിൽ തലയാട്ടി. വിളക്കിൻ്റെ പിടി മൂക്കിൽ ഉരച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഗുണമില്ല, അയാൾ മുരണ്ടു. അദ്ദേഹം നിങ്ങളെ കയറ്റില്ല. ശരി, നമുക്കത് നോക്കാം. ഞാൻ വളരെ വേഗം മറുപടി പറഞ്ഞു. അദ്ദേഹം ആരാണ്? എൻ്റെ യജമാനൻ. ആരാണ് ആ യജമാനൻ? അത് നിങ്ങൾ അറിയണ്ട എന്നായിരുന്നു സുഖമില്ലാത്ത ആ മറുപടി. ശരി ശരി, നിങ്ങൾ വഴി കാട്ടൂ. എനിക്ക് അത്താഴവും താമസ സൗകര്യവും ഈ രാത്രിയിൽ കിട്ടുമോ എന്ന് നിങ്ങളുടെ യജമാനോട് ഞാൻ ചോദിച്ചു കൊള്ളാം. നിങ്ങൾ ശ്രമിക്കുമെന്നോ? അറച്ചു നിൽക്കുന്ന എൻ്റെ വഴികാട്ടി പിറുപിറുത്തു. അയാൾ മെല്ലെ നടന്നു. ഇരുട്ടിൽ ഒരു വലിയ പട്ടി ഉച്ചത്തിൽ കുരച്ചുകൊണ്ട് ചാടി വീണു. ഇതാണോ വീട്? ഞാൻ ചോദിച്ചു. അതെ, ഇതാണ് വീട്. ബേ, അവിടെ അടങ്ങിക്കിടക്കൂ. അയാൾ പോക്കറ്റിൽ താക്കോൽ തപ്പി. ഉള്ളിൽ കടക്കണമെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അയാളുടെ തൊട്ട് പിറകിൽ തന്നെ നടന്നു. വിളക്കിൻ്റെ നേരിയ വെളിച്ചത്തിൽ ആ വാതിൽ കാണാമായിരുന്നു. ഒരു തടവറയുടെ വാതിൽ പോലെ നിറയെ ആണി തറച്ചിരിക്കുന്നു. അടുത്ത നിമിഷം അയാൾ താക്കോൽ തിരിച്ചു. ഞാൻ അയാൾക്ക് മുന്നേ ചാടി വീടിനുള്ളിൽ കയറുകയും ചെയ്തു. വീടിനുള്ളിൽ കടന്നു കഴിഞ്ഞപ്പോൾ ആ മുറിയാകെ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ഒരു വലിയ സ്ഥലം. ഒരു ഭാഗത്ത് നിറയെ ധാന്യം കൂട്ടിയിട്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് ധാന്യം നിറച്ച ചാക്കുകൾ, കാർഷിക ഉപകരണങ്ങൾ, തടി കഷ്ണങ്ങൾ തുടങ്ങിയവ. ഉത്തരത്തിലാകട്ടെ ഉണങ്ങിയ ധാന്യങ്ങൾ മഞ്ഞുകാലത്തെ ഉപയോഗത്തിനായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. മുറിയുടെ ഒത്ത നടുവിലായി വലിയൊരു വസ്തു പഴകിയ തുണി കൊണ്ട് മൂടി വച്ചിരിക്കുന്നു. ഞാൻ മെല്ലെ ആ മൂടി പൊക്കി നോക്കി. ഞാൻ അതിശയിച്ചു പോയി. ചക്രമുള്ള പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ച വലിയൊരു ടെലസ്കോപ്പായിരുന്നു അത്. തടി കൊണ്ടുള്ള വലിയ കുഴലും ലോഹനിർമ്മിതമായ ഭാഗങ്ങളുമുള്ള 15 ഇഞ്ച് വ്യാസം വരുന്ന വലിയൊരെണ്ണം. അത് ഞാൻ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മണി മുഴങ്ങി. അത് നിങ്ങൾക്കാണ്, എൻ്റെ വഴികാട്ടി ഒരു ചിരിയോടെ പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ മുറി. അയാൾ ഹാളിൻ്റെ മറ്റേ വശത്തുള്ള ഒരു ചെറിയ മുറി ചൂണ്ടിക്കാണിച്ചു. ഞാൻ ആ വലിയ തളം കടന്നു ചെന്ന് അനുവാദം ചോദിക്കാതെ തന്നെ നേരെ ആ മുറിയിലേക്ക് കയറി. നരച്ച മുടിയുള്ള ഒരു തടിയൻ, പുസ്തകങ്ങളും കടലാസുകളും നിറഞ്ഞ മേശയുടെ അരികിൽ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. നിങ്ങൾ ആരാണ്? നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾക്ക് എന്തു വേണം? അയാൾ ചോദിച്ചു. ജെയിംസ് മറേ, ബാരിസ്റ്റർ ഇൻ ലോ.
ചതുപ്പിലൂടെ നടന്നു വന്നു. കാണാൻ, ഭക്ഷണം കഴിക്കാൻ, ഒന്ന് ഉറങ്ങാൻ. അയാൾ കട്ട പിടിച്ച പുരികങ്ങൾ ഉയർത്തി ദേഷ്യഭാവത്തിൽ നോക്കി. ഇത് ഉല്ലസിക്കാനുള്ള സ്ഥലമല്ല. അയാൾ കുപിതനായി. ജേക്കബ്, ഈ അപരിചിതനെ ഉള്ളിൽ കയറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ അയാളെ കടത്തിവിട്ടതല്ല. കിഴവൻ മുരണ്ടു. അയാൾ ചതുപ്പിലൂടെ എന്നെ പിന്തുടർന്നു. എന്നെ തള്ളി മാറ്റി ഉള്ളിൽ കടന്നു. ഈ 6 അടി 2 ഇഞ്ച് ഉയരമുള്ള അയാളെ തടയാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തധികാരം ഉപയോഗിച്ചാണ് എൻ്റെ വീട്ടിൽ നിങ്ങൾ തള്ളിക്കയറിയത്? ഞാൻ കയറിയ വള്ളം മുങ്ങിയപ്പോൾ നിങ്ങളുടെ വള്ളത്തിൽ കടന്നു പിടിക്കാനുള്ള അതേ വികാരത്തോടെ സ്വരക്ഷയ്ക്കുള്ള അധികാരം ഉപയോഗിച്ച്. സ്വരക്ഷയ്ക്കോ? പുറത്ത് ഭൂമിയിൽ ഇപ്പോൾ തന്നെ 1 ഇഞ്ച് കനത്തിൽ മഞ്ഞുണ്ട്. ഞാൻ മറുപടി തുടർന്നു. നേരം വെളുക്കുമ്പോഴേക്കും അതെന്നെ മൂടത്തക്ക വിധം നിറയും. അയാൾ എഴുന്നേറ്റ് ജനാലയുടെ അടുത്ത് ചെന്ന് കറുത്ത കട്ടിയുള്ള കർട്ടൻ വലിച്ചു മാറ്റി പുറത്തേക്ക് നോക്കി. ശരിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വരെ ഇവിടെ കഴിയാം. ജേക്കബ്, അത്താഴം വിളമ്പൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു കസേര ചൂണ്ടിക്കാട്ടി. തിരിഞ്ഞിരുന്ന് തൻ്റെ ജോലിയിൽ മുഴുകി. തോക്കവിടെ ഒരു മൂലയിൽ വെച്ചിട്ട് കസാര വലിച്ച് അടുപ്പിനടുത്തേക്ക് ഇരുന്നു കൊണ്ട് ഞാൻ ആ മുറിയാകെ കണ്ണോടിച്ചു. ആ ഹാളിനേക്കാൾ ചെറുതും ചിട്ടയില്ലാത്തതുമായിരുന്നു ആ മുറി. തറയിൽ കാർപ്പറ്റില്ല. വെള്ളയടിച്ച ചുമരുകൾ. ചിലയിടത്ത് എന്തോ വിചിത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. മറ്റുള്ളയിടം ഷെൽഫുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അവയ്ക്കുള്ളിൽ എനിക്കറിഞ്ഞുകൂടാത്ത പലതരം ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അടുപ്പിൻ്റെ വശത്ത് ഒരു ബുക്ക് ഷെൽഫിൽ നിറയെ പഴയ ഫയലുകൾ. മറുവശത്ത് പൗരാണിക സന്യാസിമാരുടെയും ഭൂതങ്ങളുടെയും പടം വരച്ചിട്ടുള്ള ഏതോ ഒരു ഉപകരണവും. ഒരു അലമാരയ്ക്കുള്ളിൽ നിറയെ പലതരം ഭൗമശാസ്ത്ര ഉപകരണങ്ങളും രാസവസ്തുക്കളും പകുതി തുറന്ന വാതിലിലൂടെ കാണാമായിരുന്നു. അതിൻ്റെ ഇടയിൽ സൗരയൂഥത്തിൻ്റെ മോഡലും മൈക്രോസ്കോപ്പും മറ്റുമുണ്ടായിരുന്നു. ഓരോ കസാരയിലും ഓരോ കെട്ട്. ഓരോ മൂലയിലും നിറയെ പുസ്തകങ്ങൾ. തറയിലെല്ലാം ഭൂപടങ്ങളും കടലാസും പടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പുതിയ പുതിയ ഓരോ സാധനങ്ങൾ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വിചിത്രമായി മുറി. ചതുപ്പും കാടും കൊണ്ട് ഒറ്റപ്പെട്ട ആ പഴകിയ വീട്ടിൽ ഇതെല്ലാം കണ്ടതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. എൻ്റെ ആതിഥേയനെയും ആ ചുറ്റുപാടിനെയും ഞാൻ പല പ്രാവശ്യം ഉറ്റുനോക്കി. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ആരാണിയാൾ? ആരാകാനാണ് സാധ്യത? അയാളുടെ തല ഒരു ചിന്തകനേക്കാൾ കവിയുടേതുപോലെയായിരുന്നു. കണ്ണിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന വീതി കൂടിയ നെറ്റി, പുറ്റിപിടിച്ച് വെളുത്ത തലമുടി. അതിന് ബിതോവൻ്റെ തലയോടായിരുന്നു സാദൃശ്യം. നെറ്റിയെപ്പോലെ തന്നെയുള്ള താഴ്ന്ന വരകൾ വായ്ക്കുമുണ്ടായിരുന്നു. വളരെ ശ്രദ്ധാപൂർവമായ ഭാവം. ഞാൻ അയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജേക്കബ് വാതിൽ തുറന്ന് അത്താഴവുമായി കടന്നു വന്നു. അവൻ്റെ യജമാനൻ പുസ്തകങ്ങൾ മടക്കി എഴുന്നേറ്റു. അതുവരെ കാണിക്കാത്ത മര്യാദയോടെ അയാൾ എന്നെ മേശയിലേക്ക് ക്ഷണിച്ചു. ഒരു പാത്രത്തിൽ ഇറച്ചിയും മുട്ടയും ഒരു കഷ്ണം റൊട്ടിയും ഒരു കുപ്പി ഒന്നാന്തരം മദ്യവും എൻ്റെ മുമ്പിൽ വെച്ചു. ഈ പഴകിയ വീടിന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം താങ്കൾക്ക് തരുന്നു സർ, എൻ്റെ ആതിഥേയൻ പറഞ്ഞു. താങ്കളുടെ വിശപ്പ് ഞങ്ങളുടെ വിഭവങ്ങളുടെ കുറവുകൾ നികത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പുറത്തേക്ക് വിശന്ന ഒരഭ്യാസിയെപ്പോലെ വീണു. അത്ര രുചികരമായ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തല കുനിച്ചുകൊണ്ട് അയാളും അത്താഴം കഴിക്കാനിരുന്നു. ഒരു കോപ്പ പാലും ഒരു കിണ്ണത്തിൽ കുറെ സൂപ്പ് മാത്രം. നിശബ്ദരായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അത്താഴം കഴിഞ്ഞപ്പോൾ ജേക്കബ് പാത്രങ്ങൾ എടുത്തു മാറ്റി. ഞാൻ കസാരയെടുത്ത് തീയുടെ അരികിൽ കൊണ്ടിട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആതിഥേയനും അപ്രകാരം തന്നെ ചെയ്തു. എന്നിട്ട് എൻ്റെ നേരെ തിരിഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു, സർ, കഴിഞ്ഞ 23 വർഷമായി ഞാൻ ഇവിടെ കഴിയുന്നു. അക്കാലത്ത്
ഒരു അപരിചിത മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിനപത്രവും വായിച്ചിട്ടില്ല. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ എൻ്റെ വാതിൽ കടക്കുന്ന ആദ്യത്തെ അപരിചിതൻ നിങ്ങളാണ്. ദയവ് ചെയ്ത് പുറം ലോകത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുമോ? ചോദ്യങ്ങൾ ചോദിക്കൂ. ഞാൻ താങ്കളുടെ സേവനത്തിന് തയ്യാറാണ്. ഞാൻ മറുപടി പറഞ്ഞു. അയാൾ തലകുനിച്ചു. മുന്നോട്ടാഞ്ഞ് താടി കയ്യിൽ വെച്ച് തീയിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പ്രധാനമായും ശാസ്ത്രത്തെക്കുറിച്ചായിരുന്നു അയാളുടെ അന്വേഷണങ്ങൾ. അതിൻ്റെ പുരോഗതി പ്രായോഗികമായി ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ. ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയല്ലായിരുന്നുകൊണ്ട് എൻ്റെ അറിവിനനുസരിച്ച് മറുപടി പറഞ്ഞുവെങ്കിലും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. ചോദ്യത്തിൽ നിന്നും പെട്ടെന്ന് സംഭാഷണത്തിലേക്ക് കടന്നപ്പോൾ ഞാൻ ആശ്വാസം കൊണ്ടു. സ്വന്തം തീരുമാനങ്ങൾ സ്ഥാപിക്കാനാണ് ഓരോ കാര്യത്തിലും അയാൾ ശ്രമിച്ചത്. അയാൾ സംസാരിച്ചപ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു കേട്ടു. എൻ്റെ സാന്നിധ്യം തന്നെ മറന്നതുപോലെ അയാൾ സംസാരിച്ചു. അല്ല, ഉറക്കെ ചിന്തിച്ചു. ഞാൻ അതുവരെ അങ്ങനെ ഒരു സംസാരം കേട്ടിട്ടേയില്ലായിരുന്നു. പിന്നീടും എല്ലാ ശാസ്ത്രശാഖകളെക്കുറിച്ചും ധാരമുറിയാതെ വിശദമായി വിശാലമായി അയാൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ ആ കണ്ണുകൾ തീയിൽ തന്നെ തറച്ചു നിന്നിരുന്നു. ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് ഒരു സ്വപ്നാടകനെ പോലെ പ്രായോഗിക ശാസ്ത്രം മുതൽ മാനസിക ശാസ്ത്രം വരെ, വൈദ്യുതി മുതൽ ഞരമ്പിൻ്റെ വൈദ്യുതി വരെ, വാട്സ് മുതൽ മെസ്മർ വരെ, പല പല മഹാന്മാരെക്കുറിച്ച്, അനവധി ചിന്തകരെക്കുറിച്ച്, അതിശയകരമാംവിധം വ്യത്യസ്തമായ വിശദമായ പഠനങ്ങൾ, ആത്മാവിനെക്കുറിച്ച്, അതിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച്, പ്രേതഭൂതങ്ങളെക്കുറിച്ച്, മുൻകൂട്ടി കാണുവാനുള്ള കഴിവിനെക്കുറിച്ച്, മുൻവിധിയെപ്പറ്റി, പ്രകൃതിക്കതീതമായ ശക്തിയെക്കുറിച്ച്, എല്ലാം ശാസ്ത്രജ്ഞന്മാരുടെ അജ്ഞതയെക്കുറിച്ചും ശാസ്ത്രത്തിൻ്റെ പരിമിതിയെക്കുറിച്ചുമെല്ലാം അയാൾ പറഞ്ഞു. ഒരു വൈരാഗ്യത്തോടെയാണ് അയാൾ സംസാരിച്ചത്. തുടർന്ന് അല്പനേരത്തേക്ക് നിർത്തി. തല കൈകളിൽ നിന്നും ഉയർത്തി. പിന്നീട് വീണ്ടും കൂട്ടിച്ചേർത്തു. സർ, ഞാൻ പരിശോധിച്ച് വിശ്വസിക്കുന്ന എൻ്റെ പഠനഫലങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കാൻ എനിക്കൊരു മടിയുമില്ല. ഒരു സ്വപ്നാടകനായി മുദ്രകുത്തി ശാസ്ത്രലോകത്തിൽ നിന്നും എന്നെ അവർ പുറന്തള്ളിക്കളഞ്ഞു. എന്തിനു വേണ്ടി ഞാൻ പണിയെടുത്തുവോ അതിനുവേണ്ടി തന്നെ. കഴിഞ്ഞ 23 വർഷം മുമ്പാണ് അത് നടന്നത്. അതിനുശേഷം ഞാനിവിടെ നിങ്ങൾ കണ്ടതുപോലെ കഴിയുന്നു. ഞാൻ ലോകത്തെ മറന്നതുപോലെ ലോകം എന്നെയും മറന്നു. ഇതാണ് എൻ്റെ ചരിത്രം. വളരെ കഷ്ടം. ഉത്തരം പറയാനാകാതെ ഞാൻ പിറുപിറുത്തു. അത് സാധാരണമാണ്, അയാൾ മറുപടി പറഞ്ഞു. ഞാൻ സത്യത്തിനു വേണ്ടി വേദന അനുഭവിച്ചു. കൂടുതൽ കഴിവും ബുദ്ധിയുമുള്ളവർ എനിക്ക് മുന്നേ അനുഭവിച്ചതുപോലെ. അയാൾ സംഭാഷണം നിർത്തി എഴുന്നേറ്റ് ജനാലയുടെ അടുത്തേക്ക് ചെന്നു. മഞ്ഞുവീഴ്ച നിന്നു. കർട്ടൻ താഴ്ത്തുന്നതിനിടയിൽ അയാൾ പറഞ്ഞു. തിരിച്ച് തീക്കടുത്തേക്ക് മടങ്ങി. നിന്നോ? ഞാൻ അത്ഭുതത്തോടെ ചാടി എഴുന്നേറ്റു. അത് അസാധ്യമാണ്. ഒരു രക്ഷയുമില്ല. ചതുപ്പിനപ്പുറം എത്തിയാലും പിന്നെയും 20 മൈലോളം രാത്രിയിൽ നടക്കണം. ഈ രാത്രി 20 മൈൽ നടക്കണം? ആതിഥേയൻ ആവർത്തിച്ചു. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ ഭാര്യയെക്കുറിച്ച്. ഞാൻ അക്ഷമനായി പറഞ്ഞു. എൻ്റെ യുവതിയായ ഭാര്യ എനിക്ക് വഴി തെറ്റിയെന്നറിയാതെ ഭയം കൊണ്ടും വേദന കൊണ്ടും വിഷമിച്ചിരിക്കുകയാകും. അവർ എവിടെയാണ്? സോൾസിങ്ങിൽ, 20 മൈൽ ദൂരെ. സോൾസിങ്? അയാൾ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ശരിയാണ്, 20 മൈൽ ദൂരെയാണ്. ആട്ടെ, 7-8 മണിക്കൂറുകൾ ലാഭിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണോ? അതെ, വളരെ വളരെ നിർബന്ധം. ഒരു കുതിരയെയും വഴികാട്ടിയെയും തന്നാൽ ഞാൻ ഇപ്പോൾ 10 സ്വർണ്ണ നാണയം തരാം. നിങ്ങളുടെ ആഗ്രഹം അതിലും കുറഞ്ഞ ചെലവിൽ നടപ്പിലാക്കാം, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വടക്കു നിന്നും വരുന്ന രാത്രി തപാൽ വണ്ടി കുതിരകളെ മാറ്റുന്നത് സോൾസിങ്ങിൽ വെച്ചാണ്. അത് ഇവിടെ നിന്നും 5 മൈൽ ദൂരത്തുകൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. ഏകദേശം 1.25 മണിക്കൂറിനകം
ആ വാഹനം ഒരു പ്രത്യേക കവലയിലെത്തും. ജേക്കബ് നിങ്ങളോടൊപ്പം വന്നാൽ ആ ചതുപ്പ് കടന്ന് പഴയ റോഡിൽ നിങ്ങൾക്കെത്താം. അവിടെ നിന്നും പുതിയ റോഡിലേക്ക് നിങ്ങൾക്ക് തനിയെ പോവുകയും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, എനിക്ക് സന്തോഷമായി. അയാൾ വീണ്ടും ചിരിച്ചുകൊണ്ട് മണിയടിച്ച് ആ കിഴവൻ വേലക്കാരന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അതിനുശേഷം രാസവസ്തുക്കളിരിക്കുന്ന തട്ടിൽ നിന്നും ഒരു കുപ്പി വിസ്കി എടുത്തു കൊണ്ടുവന്നു. മഞ്ഞ് ധാരാളം വീഴുന്നുകൊണ്ട് ചതുപ്പിലൂടെ ഈ രാത്രി പോകാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് യാത്ര തുടങ്ങും മുമ്പ് ഒരു ഗ്ലാസ് വിസ്കി കഴിച്ചാലോ? ആ മദ്യം വേണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അയാളത് എന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചു. അഗ്നി പോലെ അതിൻ്റെ തൊണ്ടയിലൂടെ ഇറങ്ങി, എൻ്റെ ശ്വാസം പോലും പിടിച്ചെടുത്തുകൊണ്ട്. ഇത് വീര്യമുള്ളതാണ്, അയാൾ പറഞ്ഞു. പക്ഷേ തണുപ്പിന് നേരിടാൻ ഇത് സഹായിക്കും. ഇനി നിങ്ങൾക്ക് സമയം കളയാനില്ല. ശുഭരാത്രി. അയാളുടെ ആതിഥ്യ മര്യാദയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കാമെന്ന് കരുതി. പക്ഷേ ഞാൻ നന്ദി പറഞ്ഞ് തീരും മുമ്പ് തന്നെ അയാൾ തിരിഞ്ഞു നടന്നിരുന്നു. അടുത്ത നിമിഷം തന്നെ ഞാൻ അവിടം വിട്ട് പുറത്തെത്തി. ജേക്കബ് പുറവാതിൽ പൂട്ടി. ഞങ്ങൾ വിശാലമായ ചതുപ്പിലേക്കിറങ്ങി. കാറ്റിൻ്റെ ശക്തി കുറഞ്ഞിരുന്നുവെങ്കിലും തണുപ്പ് ഭീകരമായിരുന്നു. തലയ്ക്ക് മുകളിലെ കറുത്ത തട്ടിൽ ഒരൊറ്റ നക്ഷത്രം പോലുമില്ലായിരുന്നു. കാൽ കീഴിൽ മഞ്ഞ് പൊടിയുന്ന ശബ്ദമൊഴിച്ച് മറ്റൊന്നും രാത്രിയുടെ കനത്ത നിശബ്ദതയെ ഉപദ്രവിച്ചിരുന്നില്ല. ഈ പണിയിൽ വലിയ സന്തോഷമില്ലാത്ത ജേക്കബ് വീർത്തുകെട്ടിയ മുഖവും കയ്യിൽ റാന്തലുമായി മുമ്പേ നടന്നു. കൈ പോക്കറ്റിലിട്ട് തോക്ക് തോളിലേന്തി ഞാൻ അനുഗമിച്ചു. അപ്പോൾ എൻ്റെ ചിന്തകൾ ആതിഥേയനെക്കുറിച്ച് മാത്രമായിരുന്നു. ആ ശബ്ദം അപ്പോഴും എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അയാളുടെ പ്രസംഗം എൻ്റെ ചിന്തകളിൽ തറച്ചു കയറിയിരുന്നു. ഞാനിപ്പോഴും അതെല്ലാം ഓർക്കുന്നുണ്ട്. അതിശയമെന്നോണം അതിലെ ഓരോ വാക്കുകളും എല്ലാ വിശദാംശങ്ങളും എൻ്റെ ഉത്തേജിതമായ തലച്ചോറ് ഇപ്പോഴും ഓർത്തിരിക്കുന്നു. അതേപറ്റിയെല്ലാം ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വഴികാട്ടിയുടെ പിറകെ നടന്നു. അപ്പോൾ അവസാനം അയാൾ പെട്ടെന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, അതാണ് താങ്കൾക്ക് പോകേണ്ട വഴി. ആ കൽമതിൽ വലതുവശത്താക്കി നടന്നുകൊള്ളൂ, വഴി തെറ്റില്ല. അപ്പോൾ ഇതാണ് പഴയ വഴി അല്ലേ? അതെ, ഇതാണ് പഴയ വഴി. കവലയിലെത്താൻ എത്ര ദൂരം കൂടി പോകണം? ഒരു 3 മൈൽ. ഞാൻ പേഴ്സ് എടുത്തു. അപ്പോൾ അയാൾ കൂടുതൽ സംസാരിക്കാൻ തയ്യാറായി. വഴി ഒരുമാതിരി നല്ലതാണ്, അയാൾ പറഞ്ഞു. കാൽനടക്കാർക്ക് കൊള്ളാം, പക്ഷേ കുതിരവണ്ടിക്ക് കൊള്ളില്ല. കുത്തനെയുള്ളതും ഇടുങ്ങിയതുമാണ്. ആ കൽമതിൽ പൊളിഞ്ഞു കിടക്കുന്നിടം സൂക്ഷിക്കണം. വഴി കാട്ടാനുള്ള ചൂണ്ടുപലക വെച്ചിരുന്നെടുത്ത്. ആ അപകടത്തിന് ശേഷം അവിടം ശരിപ്പെടുത്തിയിട്ടില്ല. ഏതപകടം? ഓ, രാത്രി തപാൽ വണ്ടി കുന്നിൻ്റെ താഴേക്ക് വീണത്. 15 അടിയിൽ കൂടുതൽ താഴോട്ട്. ഈ ഭാഗത്ത് നടന്ന ഏറ്റവും വലിയ അപകടം. ഭയങ്കരം. ഒരുപാട് ആളുകൾ മരിച്ചു. എല്ലാവരും. 4 പേരുടെ ശവമാണ് കിട്ടിയത്. മറ്റ് 2 പേർ അടുത്ത ദിവസം രാവിലെ മരിച്ചു. ഇത് നടന്നിട്ട് എത്ര നാളായി? ഒരു 9 വർഷം. വഴികാട്ടി പലകയോടെ അടുത്താണെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഓർത്തുകൊള്ളാം. ശുഭരാത്രി. ശുഭരാത്രി. നന്ദി സർ. ഞാൻ കൊടുത്ത പണം പോക്കറ്റിലിട്ടുകൊണ്ട് ജേക്കബ് തൊപ്പി ഉയർത്തി ബഹുമാനം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് വന്ന വഴിയെ അയാൾ തിരിഞ്ഞു നടന്നു. അയാളുടെ റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം അപ്രത്യക്ഷമാകുന്നതുവരെ ഞാൻ അതുതന്നെ നോക്കി നിന്നു. അതിനുശേഷം തിരിഞ്ഞ് എനിക്ക് പോകേണ്ട വഴിയെ തനിയെ നടക്കാൻ തുടങ്ങി. മുകളിലെ ശ്മശാന മൂകതയൊഴിച്ചാൽ അത് വലിയ വിഷമമുള്ള കാര്യമല്ലായിരുന്നു. വിളറിത്തിളങ്ങുന്ന മഞ്ഞിൽ കാൽഭിത്തി വളരെ വ്യക്തമായി കാണാമായിരുന്നു. എൻ്റെ കാലച്ചൊഴിച്ചാൽ മറ്റൊന്നും തന്നെ കേൾക്കാനില്ല. എത്ര ഏകാന്തത, എന്ത് നിശബ്ദത! ഏതോ വിചിത്രമായ സുഖമില്ലാത്ത ഏകാന്തതാബോധം എന്നെ കീഴ്പ്പെടുത്തി. ഞാൻ നടപ്പിന് വേഗത കൂട്ടി. ഒരു ചെറിയ മൂളിപ്പാട്ടുകൊണ്ട് മനസ്സിൽ വലിയ തുകകൾ കണക്കുകൂട്ടി
അതിൻ്റെ കൂട്ടുപലിശ തിട്ടപ്പെടുത്താനും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അത്തരം സാഹചര്യത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നതിൽ ഞാൻ വിജയിച്ചു. അതേസമയം രാത്രിയുടെ അന്തരീക്ഷത്തിന് തണുപ്പേറി വന്നു. വളരെ വേഗത്തിൽ നടന്നുവെങ്കിലും ശരീരം ചൂടാക്കി വയ്ക്കാൻ ഞാൻ വിഷമിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ മഞ്ഞ് പോലെ തണുത്തു. കൈകളുടെ സ്പർശന ശക്തി നഷ്ടപ്പെട്ടു. തോക്ക് യാന്ത്രികമായി പിടിച്ചിരുന്നു. ശ്വാസം വിടുന്നത് പോലും വിഷമിച്ചായിരുന്നു. ആളൊഴിഞ്ഞ ഒരു വഴി താണ്ടുന്നതിന് പകരം ഉയർന്ന ആൽപ്സ് കൊടുമുടി കയറുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അവസാനം ഞാൻ കുറേ നിമിഷം വിശ്രമിക്കാൻ നിർബന്ധിതനായി. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മെല്ലെ കടന്നുവന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ എനിക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ദൂരെയായി ഒരു വെളിച്ചം കണ്ടു. അടുത്തടുത്ത് വരുന്ന പ്രകാശത്തിൻ്റെ തിളക്കം. ജേക്കബ് എന്നെ പിന്തുടർന്ന് വരികയാണെന്നാണ് ആദ്യം എനിക്ക് തോന്നിയത്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമതൊരു പ്രകാശ ബിന്ദു കൂടി തെളിഞ്ഞു വന്നു. ആദ്യത്തേതിന് സമാന്തരമായി അതേ രീതിയിൽ ചലിക്കുന്നത്. രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് ഏതോ വാഹനത്തിൻ്റെ വെളിച്ചം തന്നെയാണെന്നറിയാൻ. ഈ അപകടം പിടിച്ച ഉപയോഗശൂന്യമായ വഴിയിലൂടെ ഒരു വാഹനം സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ അതിശയം തോന്നിപ്പോയി. ആ വെളിച്ചത്തിന് നിമിഷം പ്രതി തെളിച്ചം കൂടിക്കൂടി വരുന്നുണ്ടെന്നതിൽ സംശയമില്ലായിരുന്നു. അതിനിടയിൽ വാഹനത്തിൻ്റെ ഇരുണ്ട രൂപം കാണാമെന്നുകൂടി എനിക്ക് തോന്നി. അത് വളരെ വേഗത്തിൽ നിശബ്ദമായി വന്നുകൊണ്ടിരുന്നു. വഴിയിൽ ഏകദേശം ഒരടിയോളം കനത്തിൽ മഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ ആ വാഹനത്തിൻ്റെ രൂപം ആ വെളിച്ചത്തിൽ വ്യക്തമായി കാണാം. വാഹനം അല്പം ഉയർന്നിരിക്കുന്നതായി എനിക്ക് തോന്നി. പെട്ടെന്നൊരു സംശയം എനിക്ക് തോന്നി. ഇരുട്ടിൽ ആ നാൽക്കവല കഴിഞ്ഞ് ചൂണ്ടുപലക കാണാതെ പുതിയ റോഡിലെത്തിയോ? ഈ കാണുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന വാഹനം തന്നെയാണോ? ആ ചോദ്യം രണ്ടാമതൊരിക്കൽ ചോദിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും വാഹനം റോഡിൻ്റെ വളവിലെത്തി. ഗാർഡും ഡ്രൈവറും പുറത്ത് മറ്റൊരു യാത്രക്കാരനും. എല്ലാവരും അരണ്ട നേരിയ പ്രകാശവലയത്തിൽ തിളങ്ങി നിന്നു. പുറത്ത് വിളക്കുകൾ കത്തിജ്വലിച്ചു നിന്നു. രണ്ട് ദീപ്തിമത്തായ ഉൽക്കകൾ പോലെ. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് ചാടി തൊപ്പിയൂരി ആട്ടിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു. ആ തപാൽ വാഹനം താഴേക്ക് വളരെ വേഗത്തിലാണ് വന്നിരുന്നത്. അതെന്നെ കടന്നുപോയി. അവരെന്നെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ പെട്ടെന്ന് ആ വണ്ടി നിന്നു. ഗാർഡ് തൊപ്പി കൊണ്ട് കണ്ണുകൾ മറച്ചു വെച്ചിരുന്നു. അകത്തുള്ളവരും ഗാഢനിദ്രയിലാണ്. ആരും മറുപടി പറഞ്ഞില്ല. പുറത്തിറങ്ങിയതുമില്ല. പുറത്തിരുന്ന യാത്രക്കാരൻ തല തിരിച്ച് നോക്കിയതുമില്ല. ഞാൻ തനിയെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് നോക്കി. അകത്ത് 3 യാത്രക്കാരുണ്ട്. ഞാൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു. എൻ്റെ ഭാഗ്യത്തെ സ്തുതിച്ചുകൊണ്ട് ആളില്ലാത്ത മൂലയിലേക്ക് ഞാൻ കടന്നിരുന്നു. ആ വാഹനത്തിനുള്ളിൽ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ തണുപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊരു നനവും അസുഖകരമായ നാറ്റവും. ഞാൻ എൻ്റെ സഹയാത്രികരെ നോക്കി. നിശബ്ദരായിരിക്കുന്ന 3 ആളുകൾ. അവർ ഉറങ്ങുകയല്ലായിരുന്നു. പകരം വാഹനത്തിൻ്റെ മൂലകളിൽ ചാരിയിരുന്ന് ഏതോ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നു. ഞാനൊരു സംഭാഷണത്തിന് തുടക്കമിട്ടു. ഇന്ന് രാത്രി ഭയങ്കര തണുപ്പാണ്. ഞാൻ മുന്നിലിരുന്ന ആളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മഞ്ഞുകാലം വളരെ ഭംഗിയായി തുടങ്ങിയതുപോലെ. ഞാൻ തുടർന്നു. അയാൾ ഇരുന്ന സ്ഥലം ഇരുണ്ടിരുന്നുകൊണ്ട് അയാളുടെ രൂപം തന്നെ ശരിക്ക് കാണാൻ വയ്യായിരുന്നു. എങ്കിലും അയാളുടെ ദൃഷ്ടികൾ എൻ്റെ നേരെ തറച്ചു നിന്നിരുന്നു. പക്ഷേ ഒരു വാക്ക് പോലും അയാൾ മറുപടി പറഞ്ഞതേയില്ല. വേറെ ഏതെങ്കിലും ചുറ്റുപാടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ദേഷ്യം പുറമെ കാട്ടിയേനെ. പക്ഷേ അപ്പോൾ എനിക്കതിന് തോന്നിയില്ല. മഞ്ഞിൻ്റെ തുളച്ചു കയറുന്ന തണുപ്പ് എൻ്റെ മജ്ജ വരെ പടർന്നു കയറിയിരുന്നു. വണ്ടിക്കുള്ളിലെ വിചിത്രമായ നാറ്റം മൂലം ഒരു മനം പുരട്ടൽ പോലെ എനിക്ക് തോന്നി. കാല് മുതൽ തല വരെ പെരുത്തു തുടങ്ങി. ഞാൻ തിരിഞ്ഞ് ഇടതുവശത്തിരിക്കുന്ന ആളോട് ജനാല തുറക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അയാളും അനങ്ങുകയോ മറുപടി പറയുകയോ ചെയ്തില്ല. ഞാൻ ചോദ്യം ഉച്ചത്തിൽ ആവർത്തിച്ചു. പക്ഷേ ഒരു മാറ്റവുമില്ല.
എൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങി. ഞാൻ ജനാലയുടെ കെട്ടഴിച്ചു. അത് കെട്ടിയിരുന്ന തുകൽ പൊട്ടിപ്പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ചില്ലുകൾ ഏതോ പൂപ്പലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നതായി ഞാൻ കണ്ടു. അനേക വർഷങ്ങൾ പഴക്കമുള്ളതുപോലെ. ഞാൻ വാഹനത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ ശ്രദ്ധിച്ചു. ഓരോ ഭാഗവും സൂക്ഷിച്ചു നോക്കി. പുറത്തെ വിളക്കുകളുടെ ഇളക്കം കണ്ടപ്പോൾ അത് നാശത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. വാഹനത്തിൻ്റെ ഓരോ ഭാഗവും ചീഞ്ഞ് തകർന്ന് നശിച്ചു തുടങ്ങിയ നിലയിലായിരുന്നു. വാതിൽ പാളികൾ തൊട്ടാൽ അടർന്നു വീഴുന്നതുപോലെ തുകൽ ഭാഗങ്ങൾ പൂപ്പല് പിടിച്ച് അഴുകിയിരിക്കുന്നു. എൻ്റെ കാലിനടിയിൽ തറ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ആ വാഹനം മുഴുവൻ നനഞ്ഞു നാറിയിരിക്കുന്നു. വ്യക്തമായും എന്നാൽ അനേക വർഷങ്ങളായി തകർന്ന് അഴുകിക്കിടക്കുന്ന വാഹനം ഒന്നോ രണ്ടോ ദിവസത്തെ ആവശ്യത്തിന് എടുത്തുകൊണ്ടുവന്നതുപോലെ. ഞാൻ മൂന്നാമത്തെ യാത്രക്കാരൻ്റെ നേരെ തിരിഞ്ഞ് ഒരു അഭിപ്രായം എറിഞ്ഞു. ഈ വാഹനം വളരെ കഷ്ടകരമായ നിലയിലാണ്. സാധാരണയുള്ള തപാൽ വണ്ടി കേടുപാട് തീർക്കുകയായിരിക്കും അല്ലേ? അയാൾ തല മെല്ലെ തിരിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരക്ഷരം പോലും പറയാതെ. ആ നോട്ടം ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും ഓർക്കും. അത് കണ്ട് എൻ്റെ ഹൃദയം പോലും മരവിച്ചുപോയി. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ഹൃദയം മരവിക്കാറുണ്ട്. ആ കണ്ണുകൾ ഏതോ ഭൗമമായ പ്രഭയിൽ തിളങ്ങി നിന്നിരുന്നു. ആ മുഖം ഒരു ശവശരീരത്തിൻ്റെ മുഖം പോലെ ശൂന്യമായിരുന്നു. രക്തമയമില്ലാത്ത ചുണ്ടുകൾ മരണത്തിൻ്റെ വേദന കൊണ്ടെന്ന പോലെ ഉള്ളിലേക്ക് വലിഞ്ഞിരുന്നു. അതിനിടയിൽ തിളങ്ങുന്ന പല്ലുകൾ ഇളിച്ചിരുന്നു. ഞാൻ പറയാൻ മുതിർന്ന വാക്കുകൾ എൻ്റെ ചുണ്ടിനിടയിൽ ഞെരിഞ്ഞു മരിച്ചു. ഒരു ഭയം, ഭീകരമായ ഭീതി എന്നിൽ നിറഞ്ഞു. ആ വാഹനത്തിൻ്റെ നശിച്ച നില എൻ്റെ കണ്ണുകൾക്ക് പരിചിതമായി. അതിലുള്ള ബുദ്ധിമുട്ട് എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എൻ്റെ മുമ്പിലിരുന്ന ആളിൻ്റെ നേരെ ഞാൻ തിരിഞ്ഞു. അയാളും എന്നെ തന്നെ തുറിച്ചു നോക്കുകയായിരുന്നു. വികാരശൂന്യമായ മുഖത്തുനിന്നും തിളങ്ങുന്ന അസ്ത്രം പോലുള്ള കണ്ണുകൾ. ഞാൻ കൈ ഉയർത്തി കണ്ണു തുടച്ചു. ഞാൻ ഇരുന്നിരുന്ന അതേ സീറ്റിലുണ്ടായിരുന്ന അയാളുടെ നേരെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഹോ ദൈവമേ, ഞാൻ കണ്ടത് എങ്ങനെ വിവരിക്കും? അതൊരു ജീവനുള്ള മനുഷ്യനല്ലായിരുന്നു. അവരാരും തന്നെ എന്നെപ്പോലെ ജീവനുള്ളവർ അല്ലായിരുന്നു. ഒരു നരച്ച തിളക്കം, ചീഞ്ഞഴുകുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം ഭീകരമായ മുഖങ്ങളിൽ തിളങ്ങി നിൽക്കുന്നു. അവരുടെ മുടിയിൽ ആകെ ശവക്കല്ലറയിലെ നനവ് നിറഞ്ഞ അഴുക്കുകളായിരുന്നു. വസ്ത്രങ്ങൾ മണ്ണ് പുരണ്ട് പൊടിഞ്ഞിരിക്കുന്നു. ആ കൈകൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ശവത്തിൻ്റെ കൈകൾ പോലെ. പക്ഷേ ഭീകരമായ കണ്ണുകൾ മാത്രം ജീവനുള്ളതുപോലെയായിരുന്നു. എന്നെ ഭയപ്പെടുത്തുന്നതുപോലെ ആ കണ്ണുകൾ എന്നിൽ തറച്ചു നിന്നിരുന്നു. തിരിച്ചറിയാൻ വയ്യാത്ത ഭാഷയിൽ ഭയം നിറഞ്ഞ ഒരു കരച്ചിൽ, സഹായത്തിനും ദയയ്ക്കും വേണ്ടിയുള്ള കരച്ചിൽ എൻ്റെ ചുണ്ടുകളിൽ നിന്നും ഉയർന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് വാതിൽ തുറക്കാനായി ഒരു ശ്രമം നടത്തി. അതേ നിമിഷം ഒരിടിമിന്നൽ അവിടെ പതിച്ചതുപോലെ ചന്ദ്രൻ ഉരുണ്ടുകൂടുന്ന കാർമേഘത്തിൻ്റെ ഉച്ചിയിലൂടെ താഴേക്ക് തിളങ്ങിയിറങ്ങുന്നത് ഞാൻ കണ്ടു. പൊട്ടിപ്പൊളിഞ്ഞ മതിൽ, താഴേക്ക് വീഴുന്ന കുതിരകൾ, താഴെ കറുത്ത അഗാധഗർത്തം. അപ്പോൾ ആ വാഹനം കടലിൽ ഒരു കപ്പൽ പോലെ തലകീഴായി മറിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞു. അടക്കാനാകാത്ത വേദന, തുടർന്ന് കനത്തിരുട്ട് മാത്രം. ഒടുവിൽ ഒരു ദിവസം ആ നീണ്ട ഉറക്കത്തിൽ നിന്നും ഉണർന്നപ്പോൾ അനേക വർഷങ്ങൾ കഴിഞ്ഞതുപോലെ ഭാര്യ എൻ്റെ കട്ടിലിനരികിൽ എന്നെ നോക്കിയിരിപ്പുണ്ട്. അവൾ കണ്ണീരോടെ എന്നോട് പറഞ്ഞ കഥ അല്പം ചില വാക്കുകളിൽ വിവരിക്കാം. പഴയ വഴി പുതിയ റോഡിൽ ചേരുന്നതിനടുത്തായി ആ മതിലിൻ്റെ വിള്ളലിലൂടെ ഞാൻ വീണു. പാറയുടെ മുകളിൽ കനത്ത മഞ്ഞ് പിടിച്ചിരുന്നുകൊണ്ട് മാത്രമാണ് തീർച്ചയായും മരണത്തിൽ നിന്നും തലനാരിഴയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടത്. അടുത്ത ദിവസം രാവിലെ 2 ആട്ടിടയന്മാർ ആ മഞ്ഞിനിടയിൽ കിടന്ന എന്നെ കണ്ടുപിടിച്ചു. എന്നെ ഒരു രക്ഷാകേന്ദ്രത്തിൽ അവർ എത്തിച്ചു. ഒരു ഡോക്ടറുടെ സേവനവും കിട്ടി. ഒരു കൈ ഒടിഞ്ഞ് തലയോട്ടി പൊട്ടി ജ്വരം ബാധിച്ച എന്നെ
ഡോക്ടർ ചികിത്സിച്ചു. എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന എഴുത്തുകളിൽ നിന്നും അഡ്രസ് മനസ്സിലാക്കി അവരെൻ്റെ ഭാര്യയെ വിവരമറിയിച്ചു. യുവത്വവും ആരോഗ്യവും മൂലമാണ് ഞാൻ കഷ്ടിച്ച് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഞാൻ വീണ സ്ഥലം ഞാൻ പറയണ്ടല്ലോ. 9 വർഷം മുമ്പ് വടക്കോട്ടുള്ള തപാൽ വാഹനം വീണ് തകർന്ന അതേ സ്ഥലം തന്നെയായിരുന്നു. നിങ്ങളോട് ഇപ്പോൾ പറയുന്നു, ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നെ ചികിത്സിച്ച ഡോക്ടറോട് ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഈ ഭീതിജനകമായ സംഭവങ്ങളെല്ലാം എൻ്റെ തലച്ചോറിനെ ബാധിച്ച ജ്വരം മൂലം ഞാൻ കണ്ട സ്വപ്നമായിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തു. പിന്നീട് ക്ഷമ നശിച്ചപ്പോൾ ചർച്ച നിർത്തി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങളിൽ എത്താം. എങ്കിലും എനിക്കറിയാം, 20 വർഷം മുമ്പ് ഞാൻ ആ പ്രേതവാഹനത്തിലെ 4ാമത്തെ യാത്രക്കാരനായിരുന്നു എന്ന സത്യം. ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.